രത്തൻ ടാറ്റ. അദ്ദേഹം ഒരു പാഴ്സി മതക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ അളവുകോലിലോ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ പ്രത്യയശാസ്ത്ര വിശ്വാസധാരയുടെ അളവുകോലിലോ അല്ല അദ്ദേഹത്തെ വായിക്കുന്നത്. ഹു ഈസ് രത്തൻ ടാറ്റ? ആരായിരുന്നു അദ്ദേഹം എന്ന് വായിക്കാൻ അല്ലേ? ഇന്ത്യ രാജ്യത്തിൻ്റെ മുംബൈ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അച്ഛൻ ബൈക്ക് ഓടിക്കുന്നു, നടുവിൽ കൊച്ചു കിടാവ് ഇരിക്കുന്നു, പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കിടാവിൻ്റെ അമ്മ ഇരിക്കുന്നു. വെയിലത്ത് വിയർത്തൊലിച്ചിട്ട് മുംബൈയുടെ ഒരു നഗരവീതിയിലൂടെ അവർ പോകുമ്പോൾ നടന്നു പോകുന്ന രത്തൻ ടാറ്റ പറയാണ് കൂടെയുള്ള ഒരാളോട്, ഈ പാഴ് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവർക്കും നമുക്കവരുടെ സ്വപ്നങ്ങളെ ഒന്ന് നെയ്ത് കൊടുക്കണ്ടേ? അദ്ദേഹം പിന്നെ റൂമിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയർ വിളിച്ചിട്ട് പറയാണ്, പാവപ്പെട്ടവൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വെയിൽ കൊള്ളാത്ത മഴ കൊള്ളാത്ത ഒരു കാറ്, ഒരു കൊച്ചു വാഹനം നമുക്ക് എന്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കൂടാ? ആ സ്വപ്നത്തിൽ നിന്ന് പിറന്നതാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് കടന്നുപോയ അന്നത്തെ 1 ലക്ഷം രൂപയുടെ നാനോ കാർ എന്ന് പറയുന്നത്.